കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളതാണ് ഇപ്പോൾ കേരളവും ദക്ഷിണേന്ത്യയും മുഴുവൻ ചർച്ച ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലപ്രഖ്യാപനം കഴിഞ്ഞ് 10 ദിവസം പിന്നിടുമ്പോഴും കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളതിന് യാതൊരു തരത്തിലുള്ള തീരുമാനം ആയിട്ടില്ല. ഡൽഹിയിൽ യുദ്ധസമാനമായ രീതിയിലുള്ള മാരത്തൺ ചർച്ചകൾ നടക്കുന്നു, എവിടെയും എത്താൻ സാധിക്കുന്നില്ല. അതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് AICCയുടെ വർക്കിംഗ് ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ, രാഹുൽ ഗാന്ധിയുമായി വളരെ അടുത്ത ബന്ധമുള്ള മനുഷ്യൻ, കേന്ദ്രമന്ത്രിയായിരുന്നു, കേരളത്തിൽ മന്ത്രിയായിരുന്നു, MP ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് ഹൈക്കമാൻഡ് വക്താവ് കൂടിയാണ്. പിന്നെ കേരളത്തിലെ സീനിയർ നേതാവായ രമേശ് ചെന്നിത്തല ഇപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നയിച്ച് 102 സീറ്റോടുകൂടി UDFനെ മിന്നുന്ന വിജയത്തിലേക്ക് എത്തിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇവർ 3 പേരും മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ തീർച്ചയായും അത് ഹൈക്കമാൻഡിന് മുന്നിൽ വലിയ തലവേദനയായി മാറുന്നു. നീതിയുക്തമായ ഒരു തീരുമാനം എടുത്തില്ല എങ്കിൽ, അതായത് പൊളിറ്റിക്കൽ റൈറ്റ്നെസ് ഇക്കാര്യത്തിൽ ഉണ്ടായില്ല എങ്കിൽ തീർച്ചയായും കേരളം വലിയൊരു പ്രതിഷേധത്തിലേക്ക് പോകും. ഇതാണ് ഹൈക്കമാൻഡിനെ ഭയപ്പെടുന്നത്. ഇപ്പോൾ പൊളിറ്റിക്കൽ റൈറ്റ്നെസിനെ കുറിച്ച് ചേട്ടൻ പറഞ്ഞല്ലോ, അത് തന്നെയാണ് ഇവിടെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. പൊളിറ്റിക്കൽ റൈറ്റ്നെസ് പ്രകാരം തീരുമാനമാണ് ഹൈക്കമാൻഡ് എടുക്കാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങളുടെ തീരുമാനത്തിനൊപ്പം നീങ്ങുക എന്ന ഒരു കാര്യത്തിലേക്കാണ് പോകേണ്ടത്. അങ്ങനെ പോവുകയാണെങ്കിൽ VD സതീശന് ആണ് മുൻതൂക്കം ഉണ്ടാവുക. VD സതീശൻ മുഖ്യമന്ത്രി ആക്കണം എന്നുള്ളതായിരിക്കണം ഏറ്റവും കൃത്യമായിട്ടുള്ള ഈ പൊളിറ്റിക്കൽ റൈറ്റ്നെസ് എന്ന് പറയുന്നത്. പക്ഷെ ആ പൊളിറ്റിക്കൽ റൈറ്റ്നെസ് എടുക്കാനുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് MLA-മാരുടെ പിന്തുണയാണ്. ആ പിന്തുണ 63 പേരിൽ ഭൂരിഭാഗം പേരും KCA ആണ് അനുകൂലിക്കുന്നത്. ഈവൻ ഷാഫി പറമ്പിൽ പോലും. ഷാഫി പറമ്പിലിന് അതുകൊണ്ടാണ് ഇപ്പം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലെ അറ്റാക്ക് ഷാഫി പറമ്പിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയുണ്ട്. സീനിയോറിറ്റി വൈസ് രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ KC തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് താരതമ്യേന ജൂനിയർ ആയിട്ടുള്ള VD സതീശൻ, ഇതിനു മുമ്പ് യാതൊരു അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസും ഇല്ലാത്ത, മന്ത്രി പോലും ആകാത്ത ഒരു VD സതീശനെ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ആക്കണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തീരുമാനം തെറ്റായി മാറില്ല എന്നാണ് പലരും വ്യാഖ്യാനിക്കുന്നത്. പ്രത്യേകിച്ചും ഈ KC അനുഭാവികൾ, അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല അനുഭാവികളൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് എങ്ങനെയാണ് ഈ പൊളിറ്റിക്കൽ റൈറ്റ്നെസ് എന്ന് പറയുന്ന സംഭവം എടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത്. ഇപ്പൊ നിലവിലെ VD സതീശനുള്ള പിന്തുണ ആരുടേതാണ്? ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നത് ലീഗിന്റെ പിന്തുണ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പ്രത്യേക വിഭാഗമാണ് തെരുവിലിറങ്ങി വലിയ പ്രതിഷേധങ്ങളൊക്കെ നടത്തുന്നത്. ഇത്തരത്തിൽ ഷാഫി പറമ്പിലിനെ പോലും അറ്റാക്ക് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുന്നത് ഈ ഒരു പ്രത്യേക ഒരു സമുദായമാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ VD സതീശനെ മുഖ്യമന്ത്രി ആക്കുകയാണെങ്കിൽ അത് ചില ആളുകളുടെ അജണ്ടയ്ക്കൊത്ത് ഹൈക്കമാൻഡ് വഴിപ്പെടുന്നു എന്ന് പറയുന്ന ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും പ്രതിസന്ധിയാണ്. അല്ല, അതിന് 1-2 കാര്യങ്ങളുണ്ട്. അതായത് UDF സംവിധാനം കേരളത്തിൽ നിലവന്നത് 1982 മുതലാണ്, ഐക്യജനാധിപത്യ മുന്നണി. അപ്പൊ അന്ന് മുതൽ ഈ കോൺഗ്രസിന്റെ പ്രധാന ഘടകകക്ഷിയായിരുന്നതും ഏറ്റവും വലിയ ഘടകകക്ഷിയായിരുന്നതും മുസ്ലിം ലീഗ് തന്നെയാണ്. ഇടക്കാലത്ത് കുറച്ച് നാൾ അവർ മാറുകയുണ്ടായി. അതിനുശേഷം ലീഗ് ഈ UDFന്റെ അവിഭാജ്യ ഘടകം തന്നെയായിരുന്നു. അപ്പോൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസും ലീഗും RSP മുതലായിട്ടുള്ള ചെറിയ ചെറിയ മുന്നണികളൊക്കെ ചേർന്നിട്ട്, കേരള കോൺഗ്രസ്, ജോസഫ് ഗ്രൂപ്പ്, ഇവരൊക്കെ ചേർന്നിട്ട് മത്സരിച്ച UDFന് 102 സീറ്റോടുകൂടി അധികാരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ UDFന്റെ പാർലമെന്ററി ലീഡർ എന്ന രീതിയിൽ അവിടെ കണ്ടിരുന്നത് പ്രതിപക്ഷ നേതാവായ VD സതീശനായിരുന്നു ക്യാപ്റ്റൻസി. ഇവിടെ രമേശ് ചെന്നിത്തല സീനിയർ നേതാവാണ്, അദ്ദേഹത്തിന് ഭരണപരിചയമുണ്ട്, അദ്ദേഹം മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി, പ്രതിപക്ഷ നേതാവൊക്കെ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ പോലും ഈ രമേശ് ചെന്നിത്തലയും VD സതീശനും ഈ 2026 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചു വന്ന ആളുകളാണ്. KC വേണുഗോപാലാകട്ടെ ഞാൻ മത്സര രംഗത്തേക്ക് ഇല്ല എന്ന് 100 വട്ടം പല മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നതെന്ന് പറയുകയുണ്ടായി. എനിക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിലേക്ക് നോട്ടമില്ല, എന്നെ നിങ്ങൾ അത്തരം ചോദ്യത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ് ഓരോ മാധ്യമങ്ങളോടും പറഞ്ഞിരുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നു. മത്സരത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ആളുകൾ ഒരുപക്ഷെ ഭരണം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭരണസാരഥ്യത്തിലേക്ക് വരും എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും അത് അധികാരമോഹം തന്നെയാണ്. ഇനിയിപ്പോൾ ഭരണപരമായ പരിചയം എന്ന് പറയുമ്പോൾ UDFന്
അല്ലെങ്കിൽ കോൺഗ്രസിന് കേന്ദ്രത്തിൽ അധികാരം കിട്ടുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി ആയിരിക്കും പ്രധാനമന്ത്രി എന്ന് തന്നെയാണ് ഈ കോൺഗ്രസിലുള്ള കേന്ദ്ര നേതൃത്വങ്ങളെല്ലാവരും പ്രചരണ പരിപാടിയായിട്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഉയർത്തി കാണിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഏത് തരത്തിലുള്ള ഒരു ഭരണപരിചയം ഉണ്ടായിട്ടാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന് പറയുന്നത്? ഇനി ഒന്നുകൂടി കടത്തി പറയാം. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു തന്നെയാണ്. ജവഹർലാൽ നെഹ്റുവിന് അതിനു മുമ്പ് ഒരു പഞ്ചായത്തിൽ പോലും ഭരണം നടത്തിയുള്ള ഒരു പരിചയം ഉണ്ടായിരുന്നില്ല. അന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമുള്ള ആദ്യ മന്ത്രിസഭ എന്ന രീതിയിൽ ഭരണപരിചയം നേടിയിട്ട് പ്രധാനമന്ത്രിയാകാൻ സാധിക്കില്ല. പക്ഷേ ഇതെല്ലാം ഭരണപരിചയം എന്ന് പറഞ്ഞാൽ, അല്ല എന്നുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്പീരിയൻസിലൂടെ വന്നു ചേരുന്ന കാര്യമാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് സ്വാർത്ഥം തന്നെയാണ്. വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള ഭരണപരിചയം ഉണ്ടായിരുന്നില്ല. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഗുജറാത്തിലെ മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ഭരണപരിചയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഭരിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ ഒറ്റയ്ക്ക് കയറി ഒരു സിംഹാസനത്തിൽ ഇരുന്ന് ഭരിക്കുകയല്ലല്ലോ, അതവിടെ നിൽക്കട്ടെ. ഇവിടെ AICCയുടെ വർക്കിംഗ് മെമ്പറായ പ്രത്യേക ഉപദേശക സമിതി അംഗം കൂടിയായ കേരളത്തിലെ മുതിർന്ന നേതാവായ AK ആന്റണി പറയുന്നുണ്ട്, ജനവികാരത്തെ മാനിച്ചുകൊണ്ടല്ലാതെ ഒരു തരത്തിലും ഒരു തീരുമാനമെടുക്കരുത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ആളുകളെ ഈ രംഗത്തേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്ന് അദ്ദേഹം കൃത്യമായി പറയുകയും ചെയ്തു. VD സതീശനോ രമേശ് ചെന്നിത്തലയോ ആണോ അവരിൽ ആരെങ്കിലും ആണ് മുഖ്യമന്ത്രി എന്നുണ്ടെങ്കിൽ പോലും ഈ വേണുഗോപാൽ വരുന്നതിന്റെ ആ ഒരു അത്രത്തോളം വലിയൊരു വിരോധാഭാസം ഇവിടെ കേരളത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ ഇപ്പോൾ ഗൗതം പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. ഈ 63 MLA-മാരിൽ ഏതാണ്ട് 40-ലധികം MLA-മാരുടെ പിന്തുണ KC വേണുഗോപാലുണ്ടെന്ന് പറയുന്നു. ഷാഫി പറമ്പിൽ അടക്കമുള്ള MP-മാരുടെ പിന്തുണയുണ്ടെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ തെരഞ്ഞെടുക്കപ്പെട്ട 102 MLA-മാർക്ക് ആ MLA-മാരിൽ നിന്ന് ഒരു പാർലമെന്ററി ലീഡറെ കണ്ടെത്താൻ സാധിക്കാതെ എന്തുകൊണ്ടാണ് മത്സരിക്കാത്ത ഒരാൾക്ക് ഇവർ പിന്തുണ പ്രഖ്യാപിക്കുന്നത്? അവിടെ തന്നെ അതിൽ വലിയൊരു കുതിര കച്ചവടം നടക്കുന്നില്ലേ? അല്ല, അതിന്റെ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എല്ലാം കൊണ്ടും പ്രതിസന്ധിയിലൂടെയാണ് UDF കടന്നു പോകുന്നത്. അല്ല, ഈ പ്രതിസന്ധി ബോധപൂർവ്വം സൃഷ്ടിക്കുന്നതാണ്. അതെ, അതിൽ പക്ഷേ VD സതീശന് വേണമെങ്കിൽ ഇവിടെ ഒരു ടേക്ക് എടുക്കാം. ഈ ഒരു പ്രതിസന്ധി മറികടക്കാനായിട്ട് അല്ലെങ്കിൽ ഈ പ്രതിസന്ധി പരിഹരിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള നിർദ്ദേശം ഒരുപക്ഷെ ഹൈക്കമാൻഡിന് മുമ്പാകെ അല്ലെങ്കിൽ നേതൃത്വത്തിന് മുമ്പാകെ വേണമെങ്കിൽ KC വേണുഗോപാൽ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് അർഹതപ്പെട്ടിട്ടുള്ള അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥാനം കൊടുക്കുകയും താൻ മറ്റേതെങ്കിലും മന്ത്രിപദം അലങ്കരിക്കാം, പിന്നീട് വരും വർഷങ്ങളിൽ എനിക്ക് മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിനായിട്ടുള്ള എല്ലാ അർഹതയും ഉണ്ട് എന്ന് നിലവിൽ ഉറപ്പ് തന്നാൽ മതി എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുക. കാരണം അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ ഒരു ഫോർമുല എന്ന് ഞാൻ പറഞ്ഞത്, അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. ടീം UDF ഇതിനെ നയിക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നത് ടീം UDF ആണ്, ദുർഭരണത്തെ. അല്ലാതെ ഞാൻ മാത്രമാണ് നയിക്കുന്നത്, ഞാൻ മാത്രമാണ് രാജാവെന്ന് VD സതീശൻ എവിടെയും പറഞ്ഞിട്ടില്ല. നിലവിൽ പക്ഷെ വരുന്ന വ്യാഖ്യാനം എന്താണ്? VD സതീശൻ മാത്രമാണ് രാജാവ് എന്ന് പറയുന്ന ഒരു ടീം UDF സംസാരം മാത്രമാണ്. ടീം UDF ആണ് തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. വിജയം ടീം UDF-ന്റെ വിജയം തന്നെയാണെന്ന് VD സതീശൻ പറയുന്നുണ്ട്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചേക്കണം. ഈ ടീം UDF എന്ന് പറയുമ്പോൾ ഘടകകക്ഷികൾ അടങ്ങുന്ന ഒരു സംവിധാനമാണത്. അപ്പൊ ഘടകകക്ഷികളിൽ പ്രമുഖ 22 സീറ്റ് നേടിയിരിക്കുന്ന മുസ്ലിം ലീഗ് പറയുന്നു, 7 സീറ്റുള്ള ജോസഫ് ഗ്രൂപ്പ് പറയുന്നു, RSP പറയുന്നു, VD സതീശനാണ് കൂടുതൽ ജനകീയ സ്വീകാര്യത. അതുകൊണ്ട് ജനസ്വീകാര്യത കവച്ചു വെച്ചുകൊണ്ട് അതിനെ വിസ്മരിച്ചുകൊണ്ട് ഒരു മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ചർച്ച പോകരുത് എന്ന് പറയുമ്പോൾ UDF-ന്റെ ഒരു വർക്കിനെ കുറിച്ച് തന്നെയാണ്, അല്ലെങ്കിൽ വിജയത്തെ കുറിച്ച് തന്നെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. VD സതീശൻ ഞാൻ മുഖ്യമന്ത്രി ആവണമെന്ന് സ്വയം പ്രഖ്യാപിച്ചു വരുന്ന ഒരാളല്ലല്ലോ. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച 102 പേർക്കും വേണമെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ആകാനുള്ള യോഗ്യതയുണ്ട്, ഇല്ലാതെ പറയുന്നില്ല. എന്തുകൊണ്ടാണ് ഈ MLA-മാര്, കോൺഗ്രസിന്റെ 63 MLA-മാര് ജയിച്ച MLA-മാര് ഈ 102 MLA-മാരിൽ നിന്നൊരു നേതാവിനെ കണ്ടെത്താൻ സാധിക്കാതെ മത്സരിക്കാത്തൊരു MLA-ക്ക് അല്ലെങ്കിൽ മത്സരിക്കാത്തൊരു നേതാവിന് പിന്തുണ കൊടുക്കുന്നു, അയാളാണ് കേരളത്തെ നയിക്കാൻ യോഗ്യൻ എന്ന് പറയുമ്പോൾ അത് തീർത്തും ഈ കേരളത്തിലെ UDF-നെ വിജയിപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്ത ജനങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു തീരുമാനം തന്നെയാണ്. അതിനോടാണ് ഘടകകക്ഷികൾ അടക്കമുള്ള ആളുകൾ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോ
ഈ MLA-മാരുടെ പിന്തുണ ആർക്കാണെന്ന് അന്വേഷിക്കേണ്ട ആവശ്യമേ ഇല്ല. നേരെ മറിച്ച് ആരാണ് ജനങ്ങൾ ആരാണ് ആഗ്രഹിക്കുന്നത് അതനുസരിച്ചിട്ട് മാത്രം മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത്. പക്ഷെ അതല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDF-നെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് അതിൻ്റെതായിട്ടുള്ള പ്രോസസ്സ് ഉണ്ട്. അതിന് ഏറ്റവും ആദ്യത്തെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് MLA-മാരുടെ പിന്തുണ ആർക്കാണ് എന്നത് ഉറപ്പാക്കുക, അല്ലെങ്കിൽ അത് ആരാണ് എന്നുള്ളത് അന്വേഷിച്ചറിയുക എന്നുള്ളതാണ്. ഏറ്റവും മുൻഗണന എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പൊ നിലവിൽ അത് അനുസരിച്ചിട്ട് ആർക്കാണ് KC വേണുഗോപാൽ. അവിടെയാണ് ഗൗതം ഇതിലെ ഏറ്റവും വലിയ അദ്ദേഹം VD-യെക്കാളും വലിയ രാഷ്ട്രീയപരമായിട്ട് വലിയ പൊസിഷനിലിരിക്കുന്ന ഒരാളാണ്. അതിലൊന്നും ആർക്കും തർക്കൂല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് ഒരു നിയമമുണ്ട്. കാരണം നിലവിലെ MP-മാർ മത്സരിക്കേണ്ടതില്ല, നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ല എന്നൊരു നിയമം ഉണ്ടായിരുന്നു. ആ നിയമത്തെ അതിലംഘിക്കാൻ വേണ്ടി K. സുധാകരൻ ഡൽഹിയിൽ ഒരുപാട് കളി കളിച്ചു. 4 ദിവസം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പോലും നിശ്ചയിക്കാൻ പറ്റാതെ കോൺഗ്രസിന്റെ പ്രതിസന്ധിയിലാഴ്ത്തിയുണ്ട്. അവസാനം ഈ AICC-യുടെ വർക്കിംഗ് മെമ്പറായ AK ആന്റണി തന്നെ വിളിച്ചു പറഞ്ഞിട്ടാണ് ആ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ പറ്റിയത്. അപ്പോ ഈ K. സുധാകരൻ അടക്കമുള്ള ആളുകളെ രംഗത്തിറക്കിയത് KC വേണുഗോപാൽ തന്നെയാണ്. തീർച്ചയായും അതൊക്കെ അവിടെ ഉണ്ട്. അല്ല, ഈ നിയമം ഇവിടെ നമുക്ക് ഞാൻ ഒന്ന് പറഞ്ഞ് പൂർത്തിയാക്കിക്കോട്ടെ. ഈ കോൺഗ്രസിന് ഈ ലീഡറെ, പാർലമെന്ററി ലീഡറെ തെരഞ്ഞെടുക്കുന്നതിൽ ഒരു പ്രൊസീജിയർ ഉണ്ടെന്ന് പറയുന്നത് പോലെ ഈ പാർലമെന്ററി ലീഡറെ തെരഞ്ഞെടുക്കുന്നതിൽ മാത്രമല്ല പ്രൊസീജിയർ ഉള്ളത്, ഇലക്ഷനിലും ഒരു പ്രൊസീജിയർ ഉണ്ട്. ഈ പ്രൊസീജിയറൊക്കെ മാനിക്കാതെ ഈ MLA-മാരുടെ മാത്രം പിന്തുണ എങ്ങനെയാണ്? അത് 102 തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാർക്ക് ഒരു പിന്തുണ കൊടുക്കാതെ KC വേണുഗോപാൽ എന്ന AICC-യുടെ വക്താവിന് ഒരു പിന്തുണ കൊടുക്കുമ്പോൾ അവിടെ മറ്റൊരു കുതിരക്കച്ചവടം നടന്നിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞ് വ്യക്തമാക്കി തരാം. കർണാടകത്തിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും ഒക്കെ വലിയ രീതിയിലുള്ള ഫണ്ടുകൾ KC വേണുഗോപാലാണ് ഇവിടെ എത്തിച്ചത്. ശിവകുമാറിന്റെ അടുത്ത് നിന്ന് രേവന്ത് റെഡ്ഡിയുടെ അടുത്ത് നിന്നൊക്കെയാണ് ഈ ഫണ്ട് എത്തിച്ചത്. അത് കൃത്യമായുള്ള വിവരം നമുക്ക് മാധ്യമങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ഫണ്ട് ഒരു MLA-ക്ക് ഒരു മണ്ഡലത്തിൽ മത്സരിക്കണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 3 കോടി രൂപയെങ്കിലും വേണ്ടി വരും. AICC കൊടുക്കുന്നതാവട്ടെ 1 കോടി രൂപ കഷ്ടി കൊടുക്കും. അതിൽ 35 ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിൽ കൊടുക്കുക, 5 ലക്ഷം രൂപ സ്വരൂപിച്ചതാണെന്ന് പറഞ്ഞിട്ട് പിരിച്ചെടുത്താണെന്ന് പറയും. ബാക്കി ഉള്ള പൈസ കണക്കിപ്പെടാതെ കൊടുക്കുക. അങ്ങനെ 1 കോടി രൂപ കിട്ടും. 3 കോടി രൂപയെങ്കിലും ഇല്ലാതെ മത്സരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് ഇന്നത്തെ വലിയ വലിയ ചെലവുകൾ വരുമ്പോൾ. അങ്ങനെ വരുമ്പോൾ ബാക്കി പണം എത്തിച്ചു കൊടുത്തിട്ട് ഈ പറഞ്ഞ ഒരു കാര്യമുണ്ട് KC വേണുഗോപാല്. അതായത് MLA-മാരായി ജയിച്ചു വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി കൈപൊക്കുമ്പോൾ തനിക്ക് അനുകൂലമായി കൈപൊക്കാൻ സാധ്യതയുള്ള ആളുകളെയാണ് ആദ്യം ലിസ്റ്റിൽ ചേർത്തത്. VD സതീശൻ, BRN ഷമീർ ഉൾപ്പെടെയുള്ള, ജിൻഡോ ജോൺ ഉൾപ്പെടെയുള്ള ആളുകളെ മത്സരിച്ചാൽ എവിടെ നിന്ന് മത്സരിച്ചാലും ജയിക്കാൻ സാധ്യതയുള്ള യുവാക്കളായ പ്രവർത്തന പരിചയമുള്ള, കോൺഗ്രസിന്റെ പ്രവർത്തന പരിചയമുള്ള നേതാക്കന്മാരുടെ, യൂത്ത് നേതാക്കന്മാരുടെ പേരെഴുതി കൊടുത്തിട്ട് അതൊക്കെ വെട്ടി തനിക്ക് അനുകൂലമായി നിൽക്കാൻ പറ്റിയ ആളുകളുടെ ഒരു വിഭാഗത്തിന്റെ പേരുകൾ മാത്രം തിരികെ കയറ്റി വേണുഗോപാലിന് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ പുറകിൽ ലക്ഷ്യം ഇതായിരുന്നു. പിന്നെ ഈ മത്സര രംഗത്തേക്ക് പണം ഇറക്കുമ്പോഴും ഈ ഒരു, അതോടെയാണ് ഞാൻ കുതിര കച്ചവടം എന്ന് പറഞ്ഞത്. അത് പണ്ട് അല്ലെങ്കിൽ ഈ ഗോവയിലൊക്കെ സർക്കാർ രൂപീകരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട മറ്റു പാർട്ടിയിലുള്ള MLA-മാരെയാണ് കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ട് അവിടെ BJP സർക്കാർ ഉണ്ടാക്കിയതൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടറിഞ്ഞതാണ്. കീഴ്വഴക്കം തന്നെയാണല്ലോ, ഇതൊരു പുതിയ കാര്യമല്ല. എക്കാലവും കോൺഗ്രസിൽ ഇത്തരത്തിൽ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് തർക്കം രൂപപ്പെടാറുണ്ട്. ഇപ്പൊ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയൊന്നും ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മുഖ്യമന്ത്രിമാരാണ്. അല്ല, അവിടെയൊക്കെ അടുത്ത കാലത്ത് പൂർത്തീകരിക്കട്ടെ, അവിടെയൊക്കെ വന്നിട്ടുള്ളത് ആരും ഇതുവരെ കരുതാത്ത, ജനങ്ങളൊന്നും കരുതാത്ത മുഖ്യമന്ത്രിമാരാണ് അവിടെയൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ ഇതൊരു കോൺഗ്രസിന്റെ ഒരു കീഴ്വഴക്കായിട്ട് തന്നെയാണ് ഈ ഒരു അധികാര വടംവലി, അവിടെയൊക്കെ പതനത്തിന് വഴിവെച്ചിട്ടുണ്ട്. ഇപ്പൊ രാജസ്ഥാനിലാവട്ടെ, പഞ്ചാബിലാവട്ടെ, മധ്യപ്രദേശിലാവട്ടെ, അതൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ KC വേണുഗോപാലിനെ നിലനിർത്തുന്നത് അങ്ങിപ്പം പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിനുള്ളൊരു റൈറ്റ് എന്ന് പറയുന്നത് ഇതിന് പണം കണ്ടെത്തിയത്, ഈ തെരഞ്ഞെടുപ്പിനായിട്ട് പണം കണ്ടെത്തിയത് താനാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും മുമ്പിൽ അദ്ദേഹത്തിന് വെക്കാൻ പറ്റുന്ന ഒരു തന്റെ ഒരു അവകാശം എന്ന് പറയുന്നത്. ഒപ്പം MLA-മാരുടെ പിന്തുണയുണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട്. അത് മാത്രമല്ല KC വേണുഗോപാൽ വേറൊരു കാര്യം കൂടി ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞിട്ടുണ്ടായി, അതാരും അത് ഗൗരവപൂർവ്വം ശ്രദ്ധിച്ചിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ആളുകൾക്ക് ഈ സർക്കാർ രൂപീകരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള സ്ഥാനം ഉണ്ടാകുമെന്നാണ് KC വേണുഗോപാൽ പറഞ്ഞത്. അതിനു മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടെന്നേ. അതായത് എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്ത കാര്യമാണ്. KC വേണുഗോപാല് പോഡ്കാസ്റ്റ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട് എന്നെ അതിലേക്ക് വലിച്ചൊഴിക്കേണ്ട, ഞാൻ മത്സരിക്കാനില്ല, ഞാൻ മുഖ്യമന്ത്രി ആകാനില്ല എന്ന് KC വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും KC വേണുഗോപാൽ പറഞ്ഞപ്പോ ഏതാണ് വിശ്വാസത്തിലെടുക്കേണ്ടത്?
രണ്ടും എടുക്കാം. ഏതാണ് വിശ്വാസത്തിൽ എടുക്കേണ്ടത്? അപ്പോ ഈ രണ്ടും എടുക്കുക എന്ന് പറയുമ്പോൾ യാതൊരു തരത്തിലും വാക്കിന് വ്യവസ്ഥയില്ലാത്ത ഒരാളാണോ ഇദ്ദേഹം? അപ്പോ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആവുന്ന ആളുടെ വാക്കിന് യാതൊരു വില ഏൽപ്പിക്കണ്ടേ? ഇവിടെ MLA-മാരുടെ പിന്തുണയാണ്. അതിനെ മറികടന്നുകൊണ്ട് സുഗമമായിട്ടുള്ള ഒരു ഭരണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ VD സതീശനാണ് മുഖ്യമന്ത്രിയായിട്ട് വരുന്നതെന്ന് വിചാരിക്കുക. തീർച്ചയായിട്ടും KC വേണുഗോപാൽ പക്ഷവും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല വിഭാഗവും വലിയ വെറുപ്പിലേക്കും പോകും. VD സതീശനോട് വലിയ വെറുപ്പ് അവർക്ക് ഉണ്ടാകും. VD ഇരിക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനത്തിന് താഴെ മറ്റേതെങ്കിലും ഒരു സ്ഥാനമാനങ്ങളിൽ ഇവർ ഇരിക്കാനായിട്ട് കൂട്ടാക്കുമോ? അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ സുഗമമായിട്ടുള്ള ഒരു ഭരണം VD സതീശന് നടത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അത് ഗൗതമ, ഇപ്പോൾ നേരെ തിരിച്ചാലും KC വേണുഗോപാൽ ഇപ്പോ ഈ കേരളത്തിലെ ഘടകകക്ഷികളുടെയും ജനങ്ങളുടെയും എല്ലാം താല്പര്യത്തെ മറികടന്നുകൊണ്ട് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായ ഹൈക്കമാൻഡ് MLA-മാർ കൈവൊക്കേണ്ടത് മാത്രം കെട്ടിയിറക്കി മുഖ്യമന്ത്രിയാക്കി കഴിഞ്ഞാൽ ഈ KC വേണുഗോപാലിനും 6 മാസത്തിലപ്പുറത്തേക്ക് മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഭരിക്കാൻ സാധിക്കില്ല. ഒന്നാമത് ലോക്സഭയിൽ കോൺഗ്രസിന് മെമ്പേഴ്സ് കുറവാണ്, അംഗബലം കുറവാണ്. ആലപ്പുഴയിൽ നിന്ന് ഈ MP സ്ഥാനം രാജിവെച്ചിട്ടായിരിക്കണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാൽ വരേണ്ടത്. ഇനിയിപ്പോ ഇരിക്കൂർ എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ ഏത് കുറ്റിച്ചൂലിൽ നിർത്തി മത്സരിച്ചാലും ജയിക്കുന്ന മണ്ഡലത്തിൽ നിന്ന് KC വേണുഗോപാൽ ഒരുപക്ഷെ ജയിക്കാൻ സാധിക്കും. പക്ഷേ ഈ ആലപ്പുഴയിലെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കോൺഗ്രസിന് ആ ലോക്സഭാ മണ്ഡലം നഷ്ടമാകും. അത് വലിയ ക്ഷീണം തന്നെയാവും. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ മത്സരിക്കാത്ത ഒരാളെ ഈ കേരളത്തിലേക്ക് മുഖ്യമന്ത്രിയായി കെട്ടിയിറക്കേണ്ട അടിയന്തര സാഹചര്യം എന്താണുള്ളത്? 102 MLA-മാര് ജയിച്ച് കയറി വന്നവരിൽ നിന്ന് ആരെയും ഒരു മുഖ്യമന്ത്രിയായി കണ്ടെത്താൻ പറ്റാതെ മത്സരിക്കാത്ത ഒരാളെ കേരളത്തിലേക്ക് മുഖ്യമന്ത്രിയായി കൊണ്ടുവരുമ്പോൾ അതിന് തക്ക രീതിയിലുള്ള രാഷ്ട്രീയ അടിയന്തര സാഹചര്യം കേരളത്തിൽ എന്തുള്ളത്? എന്തായാലും പ്രതിസന്ധി നിലവിൽ പരിഹരിക്കണം എന്നുള്ളതാണ് ഹൈക്കമാൻഡ് എടുക്കേണ്ട ഏറ്റവും വലിയ. ഈ രാഹുൽ ഗാന്ധിക്ക് ഒറ്റ വാക്ക് ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞോട്ടെ, ഇടയിൽ കയറല്ലേ, ഞാനൊന്ന് പറഞ്ഞോളൂ. അപ്പൊ പ്രതിസന്ധി പരിഹരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അതിന് ആരെയും പിണക്കാതെ എല്ലാവരെയും കൂടെ നിർത്തിക്കൊണ്ട് വെറുപ്പിക്കാതെ സുഗമമായിട്ട് UDF-ന് 5 വർഷം എങ്ങനെ ഭരിക്കാൻ സാധിക്കും? അതാണ് മുമ്പിലുള്ള ഏക സൊല്യൂഷൻ എന്ന് പറയുന്നത്. ആ ഒരു തീരുമാനമാണ് യഥാർത്ഥത്തിൽ എടുക്കേണ്ടത്. ഇപ്പം VD-ക്ക് മാത്രം ഒരു അനുകൂല പരമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ട് മുഖ്യമന്ത്രി ആക്കുകയാണെങ്കിൽ മറ്റെല്ലാവരെയും വെറുപ്പിക്കും. അദ്ദേഹത്തിന് സുഗമമായിട്ട് ഭരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. നമുക്കറിയാം ഉമ്മൻചാണ്ടിനെ ഏതൊക്കെ രീതിയിലാണ് തന്റെ പാർട്ടിയിലുള്ള ആളുകൾ തന്നെ കാലുവാരാനായിട്ട് ശ്രമിച്ചത് എന്നുള്ളത്, അപകടത്തിൽപ്പെടുത്താനായിട്ട് ശ്രമിച്ചത്. അത് VD-ക്കും സംഭവിക്കും. ഗൗതം, ഒരു കാര്യം പറയട്ടെ, ഈ ആരെയും പിണക്കാതെ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു സൊല്യൂഷൻ ഇക്കാര്യത്തിൽ എന്തായാലും ഹൈക്കമാൻഡ് കണ്ടെത്താൻ സാധിക്കില്ല. ഒന്നാമത് രാഹുൽ ഗാന്ധിക്ക് ഒറ്റ വാക്കുകൊണ്ട് അവിടെ നിർത്താവുന്ന അല്ലെങ്കിൽ തടഞ്ഞു നിർത്താവുന്ന ഒറ്റ കാര്യമായിരുന്നു KC വേണുഗോപാലിന് അവിടെ നിയന്ത്രിക്കാൻ സാധിക്കും. MP-മാര് മത്സരിക്കണ്ട എന്നൊരു നിയമം നിലനിൽക്കുമ്പോൾ ഒരു MP മത്സരിക്കാത്ത ഒരാൾ വീണ്ടും MP സ്ഥാനം രാജിവെച്ച് മുഖ്യമന്ത്രിയാകാൻ വരുമ്പോൾ അത് നൈതികതയല്ല, രാഷ്ട്രീയ നൈതികതയല്ല എന്ന് എന്തുകൊണ്ട് പറയാൻ രാഹുൽ ഗാന്ധിക്ക് സാധിക്കുന്നില്ല? രാഹുൽ ഗാന്ധി ഹൈക്കമാൻഡിന്റെ വക്താവല്ലേ? ഇപ്പൊ ഹൈക്കമാൻഡിന്റെ വക്താവായ രാഹുൽ ഗാന്ധിനെ ഹൈജാക്ക് ചെയ്ത് മറ്റൊരു ഹൈക്കമാൻഡാണോ അപ്പോ വേണുഗോപാല്? അപ്പോ രാഷ്ട്രീയ നൈതികത കാണിക്കുന്നതിൽ രാഹുൽ ഗാന്ധി പുറകോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും വലിയ പ്രതിസന്ധി തന്നെയായിരിക്കും. ഇനിയിപ്പോ രമേശ് ചെന്നിത്തലയോ VD സതീശൻ ആര് തന്നെ ആവട്ടെ, അവർ മത്സരിച്ച് ജയിച്ചു വന്ന ആളുകളല്ലേ. ഇനി ഇവർക്ക് രണ്ടു കൂട്ടർക്കും പിന്തുണ കൊടുക്കാത്ത MLA-മാർക്ക് പുറത്തിറങ്ങി നടക്കാൻ സാധിക്കില്ല. ഇപ്പൊ തന്നെ മരണ വീട്ടിലും കല്യാണ വീട്ടിലൊന്നും അവർക്ക് ചെല്ലാൻ സാധിക്കുന്നില്ല. കാരണം ഈ ജയിച്ച 102 പേർക്ക് ഒരു കാരണവശാലും പിന്തുണ കൊടുക്കാതെ മത്സരിക്കാത്ത ഒരാൾക്ക് പിന്തുണ കൊടുക്കുമ്പോൾ അവിടെ നടന്നിരിക്കുന്ന എന്താണെന്നുള്ളത് കൃത്യമായ ജനങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ രാഷ്ട്രീയ നൈതികത, രാഷ്ട്രീയ സദാചാരി മൂലം ഇതൊന്നും കാണിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ആളുകളെ മുഖ്യമന്ത്രിയായി കെട്ടിയിറക്കി കൊണ്ടുവന്ന് തലയ്ക്ക് മുകളിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ കേരളം സാക്ഷരതയിൽ വളരെ മുൻപന്തിയുള്ള ഒരു സംസ്ഥാനം തന്നെയാണ്, രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള സംസ്ഥാനമാണ്. അതുകൊണ്ട് ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുത്താലും അത് അംഗീകരിക്കും എന്ന് ഒരു കാരണവശാലും ഇപ്പൊ മുസ്ലിം ലീഗ് വരെ പറഞ്ഞിട്ടില്ല. കാരണം ആ തീരുമാനം അംഗീകരിക്കേണ്ട രാഷ്ട്രീയ ബാധ്യത അവർക്കില്ല. അതുകൊണ്ട് അവരുടെ അഭിപ്രായം പറയും, ഘടകകക്ഷികൾ എല്ലാവരും പറയും. അതുകൊണ്ട് ഈ കാര്യത്തിൽ നീതിയുക്ത രാഷ്ട്രീയ നൈതികത കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു വലിയ പ്രതിസന്ധി. രാഷ്ട്രീയ നൈതികത രാഷ്ട്രീയത്തില് ഒരിക്കലും ചേർന്നു പോകുന്ന ഒരു സംഭവമാണെന്ന് നമുക്ക് അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങളൊന്നും പ്രകാരം അല്ല. രാഷ്ട്രീയ നൈതികത LDF-ല്
സർക്കാരിന്റെ ഇപ്പം എന്താണ് ശൈലജ ടീച്ചറുമായി ബന്ധപ്പെട്ടുള്ള കുറെ വിഷയങ്ങളുണ്ട്. അതിലെന്തെങ്കിലും രാഷ്ട്രീയ രാഷ്ട്രീയ നൈതികത തീർച്ചയായിട്ടും ഒരു മുന്നണിയും വേണ്ട രീതിയിൽ കാണിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു വസ്തുതയല്ല. ഇവിടെ നമുക്ക് മുമ്പിലുള്ളത് ചർച്ച ചെയ്യേണ്ടതും കണ്ടെത്തുന്നതുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടെ അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് VD സതീശൻ ഇപ്പൊ മുഖ്യമന്ത്രിയാക്കുകയാണെങ്കിൽ അതാണല്ലോ ജനങ്ങളുടെ എല്ലാവരുടെയും താല്പര്യം, അതാണല്ലോ. അങ്ങനെ ആക്കുകയാണെങ്കിൽ എന്തായിരിക്കും രമേശ് ചെന്നിത്തലയുടെ പൊസിഷൻ, എന്തായിരിക്കും KC വേണുഗോപാലിന്റെ പൊസിഷൻ? അല്ല, ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവർ തീരുമാനിച്ച് ആലോചിച്ച് ചെയ്യേണ്ട കാര്യം. VD സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ UDF ഒറ്റക്കെട്ടായി നയിക്കുകയും അങ്ങനെ എല്ലാ കീഴ്വഴക്കം അനുസരിച്ചിട്ട് പ്രതിപക്ഷ നേതാവ് മത്സരിച്ച് ജയിച്ചു വരികയാണെങ്കിൽ അതിന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ സാധാരണഗതിയിൽ അതാണ് കീഴ്വഴക്കം. അവിടെയാണ് MLA-മാരുടെ നമ്പറുകളൊക്കെ നോക്കുന്നത്. മത്സരിക്കാത്ത ഒരാൾക്ക് അനുകൂലമായിട്ട് MLA-മാര് കൈവക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം ഒരു രാഷ്ട്രീയ നൈതികത ഇല്ലായ്മയ്ക്ക് വേണ്ടിയിട്ട് ഹൈക്കമാൻഡ് കൂട്ടുനിൽക്കുമ്പോൾ ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ കേരളത്തിലെ പ്രബുദ്ധരായത് ജനങ്ങൾ ഒരിക്കലും തയ്യാറാവില്ല. അതിപ്പോ രാഹുൽ ഗാന്ധി അല്ല, സോണിയാഗാന്ധി അല്ല, ആര് തന്നെ ആയാലും അവരൊക്കെ നിലനിൽക്കുന്ന ജനങ്ങളുടെ ആ വിശ്വാസത്തിന്റെ പുറത്താണെന്നേ. ഇപ്പൊ രാഹുൽ ഗാന്ധി ആയാലും സോണിയാഗാന്ധി ആയാലും വേണുഗോപാലായാലും ജനങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ ഇവർക്ക് ഈ നേതൃസ്ഥാനം കിട്ടുന്നില്ല. ജനങ്ങളുടെ സ്വീകാര്യത ഉണ്ടായിരിക്കണം, വിശ്വാസ്യത ഉണ്ടായിരിക്കണം. ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ താല്പര്യപ്രകാരം മാത്രം മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന 10 വർഷം ഭരിച്ച പിണറായി വിജയൻ സർക്കാരിന്റെ അവസ്ഥയിലേക്ക് കേരളത്തിൽ ഇനി കോൺഗ്രസിന്റെ അവസ്ഥ മാറും, അല്ലെങ്കിൽ ഇന്ത്യയിൽ ആകമാനം ഇപ്പൊ തന്നെ കഴിഞ്ഞിരിക്കുന്നു. എവിടെയാണ് കോൺഗ്രസിന്റെ അധികാരത്തിലുള്ളത്? ഇങ്ങനെ നാമമാത്രമായ രീതിയിലേക്ക് കോൺഗ്രസ് അധികാരത്തിൽ വരാൻ കാരണം KC വേണുഗോപാലാണെന്ന് എതിർച്ചേരിയും പറയുന്നുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. എന്തായാലും ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് കൃത്യമായ ഒരു രാഷ്ട്രീയ നൈതികത കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ, അതിന് മറ്റു ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കാര്യമില്ല, കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും കോൺഗ്രസിന്റെ പതനത്തിലേക്ക് വഴിതെളിക്കും. മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ളതല്ല, കോൺഗ്രസ് പാർട്ടിയുടെ നിലനിൽപ്പ് എന്തായിരിക്കണം എന്നുള്ള ഒരു തീരുമാനം. കോൺഗ്രസിന്റെ പതനം ഇതിനോടകം തന്നെ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പൊ എന്ത് തീരുമാനം എടുത്താലും തീരുമാനം എടുത്തു കഴിഞ്ഞാലും വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. VD സതീശനെ മുഖ്യമന്ത്രി ആക്കുകയാണെങ്കിൽ ഉയരാൻ പോകുന്ന ഒരു ഏറ്റവും വലിയ വിമർശനം, ഇപ്പം സംഘപരിവാർ ആയിക്കോട്ടെ മറ്റ് എതിർചേരിയിലുള്ള ആളുകൾ ഉയർത്താൻ പോകുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിന് കീഴ്പ്പെട്ടുകൊണ്ട് പുറത്തുള്ള പ്രശ്നങ്ങളാണ്. രാഷ്ട്രീയ പ്രശ്നങ്ങളാണ്. എല്ലാം കൊണ്ടും വലിയ അത് മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങൾ. ആര് മുഖ്യമന്ത്രി ആയാലും രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇതുപോലെ നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. സംഘപരിവാറിന്റെയോ അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളുടെയോ ഒക്കെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒക്കെ പ്രസ്ഥാനങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. കോൺഗ്രസിനകത്തെ പ്രശ്നമാണ്, UDF-ന്റെ അകത്തെ പ്രശ്നമാണ് ആരെ മുഖ്യമന്ത്രിയാകണം, ആര് മുഖ്യമന്ത്രിയാകണം എന്നുള്ളത്. അതിന് രാഷ്ട്രീയ നൈതികത കണ്ടെത്താതെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് അതിന് യാതൊരു തരത്തിൽ പരിഹാരമാവില്ല. കേരളത്തിൽ ആര് UDF-ന്റെ മുഖ്യമന്ത്രി ആവണം എന്നുള്ള തീരുമാനത്തിൽ രാഷ്ട്രീയ നൈതികത കാണിക്കാൻ ഹൈക്കമാൻഡിന് സാധിച്ചില്ലെങ്കിൽ അത് വലിയ പരാജയമായിരിക്കും. അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ആ രാഷ്ട്രീയ നൈതികത MLA-മാരുടെ ഈ ഒരു അഭിപ്രായത്തിന് പുല്ല് വില കൽപ്പിച്ചുകൊണ്ട് ഹൈക്കമാൻഡ് എടുക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം, കണ്ടറിയാം.